Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop up. റൈസിന്റെ കൂടെ കഴിച്ചാൽ അതിന്റെ രസം അറിയില്ല. അങ്ങനെ തന്നെ കഴിക്കാം. എങ്ങനെ? ഓ സൗകര്യം പോലെ ചവയ്ക്ക്. കൊഞ്ചിക്കോഴി ബിരിയാണി പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചു. ഹായ്, എല്ലാവർക്കും പാടി കിച്ചൻ്റെ പെരുന്നാൾ ആശംസകൾ. അതായത് പെരുന്നാൾ എന്ന് പറയുന്ന സമയത്ത് എല്ലാവരും ബിരിയാണി ഒരേ തരമായിരിക്കും. പക്ഷെ ഇന്ന് ഞാനൊരു വ്യത്യസ്തമായിട്ടൊരു ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. അടിപൊളി ടേസ്റ്റി ആയിട്ട് നന്നായി കഴിക്കുന്ന ബിരിയാണി, അതായത് കൊഞ്ചിക്കോഴി ബിരിയാണി എന്ന് പറയും. അതിന് നല്ല ടേസ്റ്റി ആയിരിക്കും കഴിക്കാൻ. ഞാൻ ഫസ്റ്റ് ഒരു കോഴി എടുത്തിട്ടുണ്ട്. കോഴി എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര വലിയ കോഴി വേണമെങ്കിലും എടുക്കാം. 4 കിലോൻ്റെ 3 കിലോൻ്റെ 5 കിലോൻ്റെ അതൊക്കെ അവരവരുടെ ഇഷ്ടം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു 2-2.5 കിലോ വരും. ഇതാ നല്ലൊരു കോഴിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് നല്ല പോലെ ഒന്ന് വരയണം, ചെറുതായിട്ട് വരഞ്ഞാൽ മതി. അപ്പം അങ്ങനെ എല്ലാവിടെയും ഒന്ന് നല്ലപോലെ വരഞ്ഞു കഴിഞ്ഞു. കട്ടിയുള്ള ഭാഗങ്ങളാണ് വരഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് മസാല എടുക്കാം. ഫസ്റ്റ് വേണ്ടത് നമുക്ക് ബിരിയാണി മസാല 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. ഗരം മസാല 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. കാശ്മീർ മുളക് പൊടിയാണ്, എരിവ് ഉണ്ടാവില്ല, നമുക്ക് കളറിന് വേണ്ടിയിട്ടാണ്. 2 ടേബിൾ സ്പൂണാണ് ഇടുന്നത്. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ ഇടുന്നുണ്ട്. ഉപ്പ് ആവശ്യത്തിന്. ഇതിൽ നമുക്ക് ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞൊഴിക്കുന്നുണ്ട്. നമുക്ക് അതുകൊണ്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം മസാലയൊക്കെ നമ്മുടെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് കഴിഞ്ഞു. ഒരുപാട് മസാല കോഴിൻ്റെ മേലെ പാടില്ല. എന്താണെന്ന് വെച്ചാൽ ഒരു ലിമിറ്റിലേ പാടുള്ളൂ. അതാണ് ഞാൻ എടുത്ത് കാണിച്ചത്. Yeah. Please tell me that I can't, that I won't, that I fail, that I'll never make it out, yeah. Please tell me all the bad, never good, fill my head full of every single doubt, yeah. Please say any negative thoughts, I pop off when I hear people say I cannot. I get off to the thought of proving it. നമ്മുടെ കൊഞ്ചിക്കോഴിക്ക് നല്ല മസാലയൊക്കെ പുരട്ടി ഇതാ 2 കൈ കൊണ്ട് പുരട്ടിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ കവർ ചെയ്തിട്ട് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണം, എന്നാലേ മസാല നന്നായി പിടിക്കുള്ളൂ. നമുക്കിപ്പോൾ കവർ ചെയ്യാം. അങ്ങനെ നമുക്ക് ഇതിനെ ഫ്രിഡ്ജിൽ വെക്കാം. 1 മണിക്കൂർ വെക്കണം. അടുത്തതായിട്ട് നമുക്ക് കുക്കിങ്ങിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് 1 കിലോ അരി എടുത്തിട്ടുണ്ട്. അത് ജീരകശാലയാണ്. വൃത്തിയായി കഴുകി നമുക്ക് വെള്ളം തിളക്കണയിൽ ഇട്ട് കൊടുക്കാം. അരി കഴുകി വൃത്തിയായി വെള്ളത്തിൽ വാരാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിനെ ഒന്ന് വേവിച്ചെടുക്കണം. അതെങ്ങനെയാണ് വേവിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്ക് പാത്രം വെച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം അത് വേകാനുള്ള വെള്ളം ഒഴിച്ചോളൂ. അപ്പോൾ ഞാൻ 2 പാത്രം വെള്ളം ഒഴിക്കുന്നുണ്ട്. 1 കിലോ അരിയാണ്, അത് വേകണ പോലെയുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തോളൂ. പട്ടൻ്റെ ഇല 1 ഇടുന്നുണ്ട്. തക്കോലം 1 പീസ് ഇടുന്നുണ്ട്. ജാതിപത്രി 1 ഇടുന്നുണ്ട്. 2 പട്ട ഇടുന്നുണ്ട്. നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നോക്കിക്കോളൂ. 1 തണ്ട് പുതിന തണ്ട് ഇട്ട് കൊടുക്കുക. 1 തണ്ട് ഇടുന്നുണ്ട്. നോക്കിക്കോളൂ. മൂടി വെക്കാം. അപ്പോൾ വെള്ളം ഒന്ന് നന്നായി തിളക്കട്ടെ. അപ്പോൾ വെള്ളം ഒന്ന് നോക്കട്ടെ. വെള്ളം നല്ലപോലെ തിളക്കണ്ട. നമുക്ക് ഇനി അരി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. നമുക്കൊന്ന് മൂടി വെക്കാം. ഇടയ്ക്ക് നോക്കുകയും വേണം. മുടി വെച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല. വേവൊക്കെ നോക്കണം. നമ്മുടെ അരി ഒന്ന് തുറന്ന് നോക്കുന്നുണ്ട്. ഈ സമയത്ത് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നോക്കുക. പകുതി വേവായിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണും കല്ലുപ്പിട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുന്നുണ്ട്. നോക്കിക്കോളൂ. അത് കഴിഞ്ഞ ഉടൻ തന്നെ നമുക്ക് 1 പീസ് ചെറുനാരങ്ങ പിഴിഞ്ഞു കൊടുക്കാം. 1 പീസ് ഒന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഇത് വേവാറായിട്ടുണ്ട്. ഇനി നമ്മൾ മൂടിയൊന്നും വെക്കണ്ട. വേവ് നോക്കിക്കൊണ്ടേ ഇരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദമ്മും കൂടി വരേണ്ടതാണ്. അതുകൊണ്ട് വേവ് കറക്റ്റ് നോക്കണം. ഗ്യാസ് ഓഫ് ആക്കണോ അരി വാർക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമ്മൾ വാർത്ത് കഴിഞ്ഞു. ഇതൊന്ന് നല്ല പോലെ ഒന്ന് പാത്രത്തിലിട്ട് ഒന്ന് ആറാൻ വെക്കാം. നമുക്കിനി കയ്യിൽ കൊണ്ട് ഒന്ന് പരത്തി വെക്കാം. ഒന്നും ഒട്ടാൻ പാടില്ല.
അത് പ്രത്യേകം ശ്രദ്ധിക്കണം. നല്ലപോലെ ഒന്ന് അത് ആറിക്കോട്ടെ. അപ്പോഴേക്കും ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ട അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ ഒന്ന് വറുത്തെടുക്കാം. ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് ഫസ്റ്റ് വേണ്ടത് കടലെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇട്ടുണ്ട്. അതെന്താ കടലെണ്ണയും നെയ്യും കൂടി ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഇത് രണ്ടും കൂടി ജോയിൻ്റ് ആകുമ്പോൾ അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അണ്ടിപ്പരിപ്പ് മുറുകി കഴിഞ്ഞു നമുക്ക് കോരാം. ഇനി നമുക്ക് മുന്തിരിങ്ങ വറുത്തെടുക്കാം. ചെറിയൊരു വലിയ ഉള്ളി നൈസായി കട്ട് ചെയ്തത് ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ ഉള്ളി മുറുകി കഴിഞ്ഞു. ഇതൊന്ന് വാരിയെടുക്കുന്നുണ്ട്. ചെറുതായി അരിഞ്ഞത് വലിയ സബോള അതിട്ട് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഗോൾഡൻ കളറായിട്ടുണ്ട്. നമുക്ക് വാരിയെടുക്കാം. ഇനി നമ്മൾക്ക് ബിരിയാണി മസാല തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. നമുക്കൊരു ഉരുളി വെച്ച് കൊടുക്കാം. അപ്പോഴേ ഞാൻ വറുത്ത് കോരി വെച്ചതിൽ എണ്ണയുണ്ടായിരുന്നു, ഞാനത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നെയ്യ് 1 ടേബിൾ സ്പൂൺ ഇടുന്നുണ്ട്. നോക്കൂ, നന്നായി ചൂടായിട്ടുണ്ട്. ഞാനൊരു പട്ടൻ്റെ ഇല ഇട്ട് കൊടുക്കുന്നുണ്ട്. 4 ഏലക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കോല ഒരു പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കറാമ്പൂ ഒരു 5 എണ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. കറുത്ത ഏലക്ക 1 ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാതിക്ക 1 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ജാതിപത്രി 1 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇത്തിരി നന്നായി പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. നമുക്കിനി 2 സബോള വലുത് നൈസായി അരിഞ്ഞതാണ്. നന്നായി ഒന്ന് മൂത്ത് വരട്ടെ, അതുവരെ നമുക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ വലിയ ഉള്ളിൻ്റെ നല്ല പച്ചപ്പൊക്കെ പോയി നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഇഞ്ചി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഏകദേശം എല്ലാം പച്ചമണം പോയി. നമുക്ക് ഒരു തക്കാളി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പുളിയുള്ള തക്കാളിയാണ്. അണ്ടിപ്പരിപ്പ് 8 എണ്ണം എടുത്തിട്ട് വെള്ളത്തിലിട്ട് കുതിർത്ത് അരച്ചതാണ്. അപ്പോൾ ഇതൊക്കെ നല്ലപോലെ പച്ചമണമൊക്കെ പോയി ശരിയായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ കല്ലുപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല 1 ടേബിൾ സ്പൂണ്, കാശ്മീർ മുളക് പൊടി 1 ടേബിൾ സ്പൂണ്, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണ് ഗരം മസാല ഇതിലിട്ട് കൊടുക്കുന്നുണ്ട് മൊത്തം. നമ്മുടെ ഇതൊക്കെ നല്ല മൂത്ത് പച്ചമണമൊക്കെ പോയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് പുതിന അരച്ചത്, മല്ലിച്ചപ്പ് അരച്ചത്. അപ്പോൾ തൈര് ഒഴിച്ച് കൊടുക്കുക. 4 ടേബിൾ സ്പൂൺ ഉണ്ട്. അടുത്തതായിട്ട് 1 പീസ് നാരങ്ങ ഒഴിച്ചു കൊടുക്കുക. 1 ഉള്ളി വറുത്തരച്ചതാണ്. നല്ലപോലെ ആയിട്ടുണ്ട്. ഗ്യാസ് ഓഫാക്കി ഇടാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തതായിട്ട് ദമ്മിടുന്നതാണ്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഫസ്റ്റ് നമുക്കിതിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി നമുക്ക് ചോറ് ഇതിലേക്ക് കൊട്ടിക്കൊടുക്കാം. പകുതി ഞാൻ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇതിൽ പരത്തിയിടാം. ഇനി നമുക്ക് ഈ മസാല തന്നെ ഇതിലിട്ട് കൊടുക്കാം. പരത്തി വെച്ച് കഴിഞ്ഞ് ഇനി നമുക്ക് നമ്മളെ ബാക്കി വെച്ചിട്ടുണ്ട് ചോറുണ്ടല്ലോ, അതും കൂടെ അതിലിട്ട് കൊടുക്കാം. നമുക്കിനി അടുത്തതായിട്ട് വേണ്ടത് 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി മല്ലിച്ചപ്പ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക. അങ്ങനെ പുതിനച്ചപ്പ് ചെറുതായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് മൂടി വയ്ക്കാം.
അപ്പോൾ ഇനി നമ്മൾക്ക് ദമ്മിട്ട് കൊടുക്കാം. ഒരു 5 മിനിറ്റ് അടി കത്തിച്ച് കൊടുക്കണം. അതൊരു 30 മിനിറ്റ് ഇരുന്നോട്ടെ. അപ്പോൾ അങ്ങനെ നമ്മുടെ ദമ്മായിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് കോഴിനെയൊന്ന് പൊരിച്ചെടുക്കണം. നമ്മുടെ കൊഞ്ചിക്കോഴിനെയൊന്ന് എണ്ണയിൽ പൊരിച്ചെടുക്കണം. ഞാൻ വെളിച്ചെണ്ണയിലാണ് പൊരിക്കുന്നത്. നിങ്ങൾക്ക് എന്ത് എണ്ണയിലും പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ എണ്ണ ചൂടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. 2 മണിക്കൂറായി ഞാൻ കോഴി ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ തുറന്ന് നോക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ 2 ടേബിൾ സ്പൂണ് കോൺഫ്ലവർ പൊടി ഒന്ന് പുരട്ടി കൊടുക്കണം. അപ്പോൾ എപ്പോഴും കോഴി പൊരിക്കാൻ പോണ സമയത്ത് എണ്ണ ചൂടായിട്ട് കോൺഫ്ലവർ ഇട്ട് കൊടുക്കാവോ, ഇല്ലെങ്കിൽ കോഴി നല്ല മൊരിഞ്ഞു കിട്ടില്ല. നേരത്തെ കോൺഫ്ലവർ ഇട്ട് വെക്കാൻ പാടില്ല. അപ്പം അങ്ങനെ നമ്മുടെ കോൺഫ്ലവറൊക്കെ നല്ലോണം പുരട്ടി കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ എണ്ണ നന്നായി ചൂടായിട്ടുണ്ട്. നമുക്ക് എണ്ണയിൽ ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുക്കണ്ടേ? അങ്ങനെ മെല്ലെ നൈസ് കത്തി മൊരിയട്ടെ. അപ്പം നമുക്കൊന്ന് മെല്ലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം കൂടി ഒന്ന് നന്നായി ഒന്ന് മൊരിയട്ടെ. അങ്ങനെ നമ്മുടെ കോഴിയൊക്കെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെടിഞ്ഞ് കിട്ടാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പം അങ്ങനെ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് നല്ലപോലെ വെടിയിട്ടെ നമുക്ക് ദമ്മൊന്ന് പൊട്ടിക്കാം. നമുക്കൊന്ന് ഇളക്കി നോക്കാം. ഇനി നമുക്കിതിനെ ഒന്ന് സെറ്റ് ചെയ്യാം, എന്നിട്ട് ടേസ്റ്റ് ചെയ്യാം. അപ്പം അങ്ങനെ നമ്മുടെ കൊഞ്ചിക്കോഴി ബിരിയാണിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ബാബുവിനെ ടേസ്റ്റ് ചെയ്യാൻ വിളിക്കണ്ട. നല്ല പെരുന്നാൾ ദിനമായിട്ട് പുഷ്പമ്മന്റെ സ്പെഷ്യൽ പെരുന്നാൾ ഐറ്റമാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത്. അടിപൊളി കൊഞ്ചി നിൽക്കുന്ന കൊഞ്ചിക്കോഴി ബിരിയാണി. കോഴിയൊക്കെ നല്ല ഫ്രൈ ആയി ചന്തമായി. റൈസൊക്കെ കണ്ടാൽ തന്നെ അറിയാം അടിപൊളിയാണ്. ഒരു അരിയോട് മുട്ടാത്ത രീതിയിൽ ഗംഭീരമായിട്ടുള്ള റൈസ്, മുട്ട, പിന്നെ അതിനുള്ള ചേരുവയായിട്ടുള്ള നമ്മുടെ കച്ചമ്പറും എല്ലാം ഉണ്ടാക്കി പുഷ്പമ്മ റെഡിയാക്കി വെച്ചു. പെരുന്നാളിനി ആഘോഷിച്ചാൽ മാത്രം മതി. നമ്മുടെ ബ്രോയൻ ടീമൊക്കെ വരുന്നേ ഉള്ളൂ. അവർ പള്ളിയിലൊക്കെ പോയിട്ട് വരുമ്പോഴേക്കും ഞങ്ങളൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പെരുന്നാൾ ദിന സ്പെഷ്യൽ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും കൊഞ്ചിക്കോഴി ബിരിയാണിക്ക് ഒരു അറേഞ്ച്മെന്റ് ഞാൻ വന്ന സ്ഥിതിക്ക് എന്തായാലും കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടില്ലെങ്കിൽ മോശമല്ലേ പുഷ്പമ്മ? കുറച്ച് അണ്ടിപ്പരിപ്പ് ഇങ്ങനെ ഇടുക. അതെ അതെ അതെ, അണ്ടിപ്പരിപ്പ് ഉണ്ട്, പിന്നെ മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ കുറച്ച് ഇങ്ങനെ ഒരു പേരിനിങ്ങനെ ഇട്ടാൽ മതി. പുറത്തു പോയതൊക്കെ എടുത്ത് പ്ലേറ്റ് ഇട്ട് അമ്മ. പിന്നെ നല്ല ഉള്ളി വറുത്തതുണ്ട്. ഉള്ളി വറുത്തതും കൂടി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ പൊന്നോ, പിന്നെ ചുറ്റുമുള്ള ഒന്നും കാണാൻ പറ്റൂല. അമ്മാതിരി അടിപൊളി അറേഞ്ച്മെന്റ് ചെയ്ത് പുഷ്പമ്മ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി ഈ അറേഞ്ച്മെന്റ് സെറ്റപ്പ് ഒക്കെ? ഇതൊക്കെ നമ്മുടെ പിള്ളേരുണ്ടല്ലോ, പള്ളിയിൽ പോണ മുന്നൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി സെറ്റ് ചെയ്ത് പൊളപ്പനാക്കിയിട്ടുണ്ട്. ഇനി അവര് വന്ന് കണ്ണ് തള്ളും അല്ലേ പുഷ്പമ്മ? അപ്പൊ നമ്മുടെ അടിപൊളി കൊഞ്ചിക്കോഴി ബിരിയാണി ടേസ്റ്റ് നോക്കുന്ന ചടങ്ങാണ് ഇനി. പുഷ്പമ്മ ടേസ്റ്റ് നോക്കട്ടെ. പ്ലേറ്റ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞു. എങ്ങനെ ടേസ്റ്റ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് എത്തും പിടിയും കിട്ടാത്തത്. റൈസ് എടുത്തിടാ അല്ലേ? അടിപൊളി ആയിട്ട് ഇങ്ങനെ റൈസ് എടുക്കുക. അതിന്റെ കൂടെ ഒരു മുട്ടയൊക്കെ വരുന്നുണ്ട്. സൈഡിൽ ഇങ്ങനെ ഇട്ടുണ്ട്. എന്തായാലും റൈസ് ഗംഭീരമായിട്ട് ഇതാ ഒരു മുരുക്കനെ അടിപൊളിയായി കിടക്കുന്നുണ്ട്. നമ്മൾക്ക് റൈസൊക്കെ എടുത്തതിന് ശേഷം നല്ല കൊഞ്ചിക്കോഴിൻ്റെ കാലിങ്ങനെ വലിച്ച് ഇങ്ങനെ ആക്കിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുക അവിടെ. അങ്ങനെ കണ്ട അത്രേ ഉള്ളൂ കോഴി. അമ്മാതിരി വെന്ത് സെറ്റായിരിക്കാണ്. ആ കൊഞ്ചിക്കോഴി ബിരിയാണിന്റെ കാലങ്ങോട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇത്തിരി കച്ചമ്പറ അങ്ങോട്ട് എടുത്തിട്ട് ഇങ്ങനെ കൊഴിക്കുക. കൊഞ്ചിക്കോഴി ബിരിയാണിന്റെ കാലും നല്ല മുട്ടയും റൈസും കച്ചമ്പറൊക്കെ കൂട്ടിട്ട് ഇങ്ങനെ കുഴച്ച് കൂട്ടി കഴിക്കുന്ന രസമുണ്ടല്ലോ എന്റെ സാറേ. പുഷ്പം കഴിക്കട്ടെ? ഓ കഴിച്ചോളൂ. എങ്ങനെ കാല് കടിക്കണോ അതോ മൊത്തത്തിൽ അങ്ങോട്ട് കഴിക്കണോ? ആദ്യം നമുക്ക് ഈ പീസൊക്കെ നോക്ക് ചിക്കനൊക്കെ വെന്താ ഇങ്ങനെ ഒട്ടഞ്ഞൊട്ടഞ്ഞ് നല്ല സ്മൂത്തായിട്ട് വരുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇതെല്ലാം കൂടിയിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് പൊന്നോ അടിപൊളി പറഞ്ഞ അടിപൊളി. കൊഞ്ചിക്കോഴി ബിരിയാണി പൊളിച്ചു പറഞ്ഞാൽ പൊളിച്ചു. കൊഞ്ചിക്കോഴിന്റെ ഏറ്റവും സ്പെഷ്യൽ പറഞ്ഞ കാലാണ്. അത്
റൈസിന്റെ കൂടെ കഴിച്ചാൽ അതിന്റെ രസം അറിയില്ല. അതിങ്ങനെ തന്നെ കഴിക്കാം. എങ്ങനെ? ഓ സൗകര്യം പോലെ ചവയ്ക്ക്. പൊന്നോ, ഒന്നും പറയാനില്ലേ. ഉപ്പ് എരിവ് എല്ലാം കറക്റ്റ് പിടിച്ച്, ഉള്ളിലേക്കൊക്കെ നല്ല ഉപ്പ് പിടിച്ച് എരിവ് പിടിച്ച് നല്ല ടേസ്റ്റ് പറഞ്ഞാൽ അതാണ് 2 മണിക്കൂർ വെക്കണം. 2 മണിക്കൂർ വെച്ചാൽ കൊഞ്ചിക്കോഴി കാണുന്ന പോലെയല്ല, കൊഞ്ചിക്കോഴി തന്നെയാണ്. അമ്മാതിരി ഗുമ്മുണ്ട്. അപ്പൊ എന്തായാലും ബിരിയാണി പറഞ്ഞാൽ എല്ലാവരും ഒരുപോലെ ഉണ്ടാക്കണ. വർഷാവർഷം പെരുന്നാൾ വരും ഒരു ബിരിയാണി ഉണ്ടാക്കി, അടുത്ത കൊല്ലം പെരുന്നാൾ വന്നു ഒരു ബിരിയാണി ഉണ്ടാക്കി. അതുപോലെയല്ല ഈ ബിരിയാണി. എവിടെയും കിട്ടാത്ത, എവിടെയും കാണാത്ത അടിപൊളി റെസിപ്പി ആയിട്ട് പുഷ്പമ്മ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ഇങ്ങനെയുള്ള കിട്ടിക്കാച്ചി വെറൈറ്റി കൊഞ്ചിക്കോഴി ബിരിയാണി ഉണ്ടാക്കിയിട്ട് കഴിക്കണം. കഴിച്ച് നോക്കിയിട്ട് പുഷ്പമ്മനെ അറിയിക്കണം. പുഷ്പമ്മ ഒന്നും ഇത്ര നേരം പറഞ്ഞിട്ടില്ല. അതല്ല നമ്മളെ പെരുന്നാളും തിരക്കൊക്കെ ആയപ്പോ അങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചു. അപ്പൊ എല്ലാവരും പെരുന്നാളായിട്ട് ഇതുപോലെ ഇതേ റെസിപ്പിയിൽ ട്രൈ ചെയ്ത് ഉണ്ടാക്കി കഴിച്ചിട്ട് അടിപൊളി റിസൾട്ട് നമ്മുടെ പുഷ്പമ്മനെ അറിയിക്കണം. എല്ലാവർക്കും സന്തോഷവും. അപ്പൊ അടുത്ത കിടുക്കാച്ചി കൊഞ്ചിക്കോഴി പോലെയുള്ള എന്ത് ബിരിയാണി? ഇനി അടുത്ത ഐറ്റം നമുക്ക് പറയാത്ത. അപ്പൊ ഇതുപോലെ കൊഞ്ചിക്കോഴിനെ പോലത്തെ സ്പെഷ്യൽ വെറൈറ്റി ഐറ്റം ആയിട്ട് വരുന്നവരെല്ലാവർക്കും പാടി കിച്ചന്റെ. അങ്ങനെയല്ല, നമ്മുടെ എല്ലാ ഫൈസലും എല്ലാവരും പള്ളിയിൽ പോയിരിക്കുകയാണ്. അവരൊക്കെ ഒന്ന് വന്നോട്ടെ, എന്നിട്ടായിരിക്കും വേണം കാണിച്ചു തരാം. എല്ലാവരും കൂടി ഒന്ന് വന്നോട്ടെ. ഇത്ര ചോറും ഇത്ര വലിയ കോഴിയൊന്നും ഞങ്ങൾ ഒറ്റയ്ക്ക് കഴിക്കാനുള്ളതല്ലാട്ടോ, അത് സ്പെഷ്യൽ പറയുന്നുണ്ട്. അപ്പൊ ഒരുപാട് പേര് ഇതിന് അർഹരായിട്ടുള്ള കുറെ പേര് ഇവിടെ ഉണ്ട്. എല്ലാവരും കൂടി കടിച്ചു വലിക്കാനുള്ള പരിപാടിയാണ്. അപ്പൊ ഗായ്സ് എല്ലാവർക്കും അപ്പോൾ ഒരു അടിപൊളി പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. ഈ കൊല്ലം എല്ലാവർക്കും നന്മയും നല്ലതും എല്ലാവർക്കും സന്തോഷവും വരട്ടെ. അപ്പൊ എല്ലാവർക്കും അടുത്ത പെരുന്നാളിന് കാണുന്നവരെ അല്ലെങ്കിൽ അടുത്ത വീഡിയോ കാണുന്നവരെ പാടി കിച്ചന്റെ ബൈ.